ഇന്ന് മെട്രോമാറ്റിനി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മലയാള സിനിമയിലെ അസ്വാഭാവിക മരണങ്ങളാണ്. ദുരൂഹതയുണർത്തുന്ന മരണങ്ങളാണ് അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു ക്രൈം സ്റ്റോറിയേക്കാളും ദുരൂഹതകളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരുപാട് മരണങ്ങൾക്ക് മലയാള സിനിമാ ലോകവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആത്മഹത്യയാണോ, സ്വാഭാവിക മരണമാണോ, കൊലപാതകമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നവ. 80കളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഗ്ലാമർ മുഖമായിരുന്നു റാണി പത്മിനി. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷകളായ കന്നഡ, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും റാണി പത്മിനി തിളങ്ങി. 1986 ഒക്ടോബർ 15 സിനിമാ ലോകം ഉണർന്നത് ഞെട്ടലുളവാക്കുന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. താരസുന്ദരി റാണി പത്മിനി അമ്മയോടൊപ്പം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. റാണി പത്മിനിയുടെ ജോലിക്കാരായ 3 പേരായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. സിനിമയിലെ ഗ്ലാമർ റോളുകൾ റാണിയെ വേഗം തന്നെ ധനികയാക്കി. അതുവഴി ഒട്ടേറെ മുൻനിര പൊളിറ്റീഷ്യന്മാരുമായും ഫിലിം ടെക്നീഷ്യന്മാരുമായും ബന്ധങ്ങൾ വളർന്നു. ബന്ധങ്ങളും സാമ്പത്തികവും വന്നോടെ സെക്യൂരിറ്റി, കുക്ക്, ഡ്രൈവർ എന്നിങ്ങനെ 3 ജോലിക്കാരെയും നടി നിയമിച്ചു. പിന്നീട് സ്വന്തമായി ഒരു വീട് വാങ്ങാൻ തീരുമാനിക്കുകയും അതിനായി 15 ലക്ഷം രൂപ താമസ സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. വീട്ടിൽ പണം ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ റാണിയുടെ ജോലിക്കാർ അത് കൈക്കലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അടുത്ത ദിവസം രാവിലെ റാണി പത്മിനി കുളിക്കാനായി കുളിമുറിയിലായിരുന്ന സമയം പെട്ടെന്ന് അമ്മയുടെ നിലവിളി കേട്ടു. ഓടി വെളി വന്നപ്പോൾ കുത്തേറ്റ് പിടയുന്ന അമ്മയാണ് താരം കണ്ടത്. പെട്ടെന്ന് ജോലിക്കാർ 3 പേരും ചേർന്ന് റാണി പത്മിനിയെയും കീഴ്പ്പെടുത്തി കുത്തിക്കൊല്ലുകയായിരുന്നു. പിന്നീട് കൊലപാതകം ചെയ്ത 3 ജോലിക്കാരെയും ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചു. 17-ാം വയസ്സിൽ നടി ശോഭ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയായിരുന്നു. ഇന്നും ദുരൂഹതയായി തുടരുകയാണ് ശോഭയുടെ മരണകാരണം. അതേസമയം ബാലു മഹേന്ദ്ര എന്ന സംവിധായകനോടുണ്ടായിരുന്ന പ്രണയവും വിവാഹവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ശോഭയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നും വാർത്തകളുണ്ട്. മലയാളിയായ ആദ്യത്തെ ഉർവശിപ്പട്ടം നേടിയ നടിയാണ് ശോഭ. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ശോഭയുടെ അപ്രതീക്ഷിത മരണം. 4-ാം വയസ്സിൽ സിനിമയിൽ എത്തിയതായിരുന്നു ശോഭ. തുടർന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അവിസ്മരണീയ കഥാപാത്രങ്ങളെയാണ് ശോഭ അഭിനയിച്ചത്. അന്ന് വരെ ഉണ്ടായിരുന്ന നായികാ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞായിരുന്നു നീണ്ടു മെലിഞ്ഞ് കൊലുന്നനെയുള്ള ശോഭയുടെ അരങ്ങേറ്റം. ബാലനടിയായി വേഷമിട്ട് നടന്ന ശോഭയ്ക്ക് നായികയായി സിനിമയിൽ അവസരം കൊടുത്തത് ബാലു മഹേന്ദ്രയായിരുന്നു. എന്നാൽ പിന്നീട് ആ ബന്ധം പ്രണയത്തിന് വഴിമാറി. ബാലു മഹേന്ദ്രയാട്ടെ വിവാഹിതനും. എന്നാൽ രഹസ്യമായി ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിച്ചു. 2ാം ഭാര്യ എന്ന ലേബലിൽ ശോഭ ജീവിതം തുടങ്ങുകയും ചെയ്തു. 78-ൽ ശോഭ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിക്കുകയും 80-ൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ശോഭയുടെ ജീവിതം പിന്നീട് സിനിമയായി തിരശ്ശീലയിലെത്തിയിരുന്നു. 70കളിലെ മലയാള സിനിമയുടെ സൗന്ദര്യധാമമായിരുന്നു വിജയശ്രീ. അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും നായകൻ പ്രേം നസീർ ആയിരുന്നു. അതുപോലെ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിലുമായിരുന്നു. നടി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ആദ്യം പ്രചരിപ്പിച്ച വാർത്തകളെങ്കിലും കൊലപാതകമായിരുന്നു എന്ന രീതിയിലും വാർത്തകൾ പിറകെ എത്തി. സിനിമയുടെ വെള്ളിവെളിച്ചത്തിൽ തിളങ്ങി നിന്ന സമയത്ത് തന്റെ 31-ാം വയസ്സിലായിരുന്നു വിജയശ്രീയുടെ ആത്മഹത്യ. വിജയശ്രീയുടെ മരണം ഇന്നും ദുരൂഹമായി തുടരുന്നതിനിടയ്ക്കാണ് നായിക എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ജയരാജ് വിജയശ്രീയുടെ മരണകാര്യം കൊലപാതകമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ വിജയശ്രീയുടെ നീരാട്ട് രംഗങ്ങൾ ക്യാമറയിലാക്കുമ്പോൾ വസ്ത്രം ഒഴുക്കിൽപ്പെട്ട് വിവാദമായിരുന്നു. വിജയശ്രീയുടെ സമ്മതമില്ലാതെ ആ രംഗം നിർമ്മാതാവ് ചിത്രീകരിക്കുകയും പിന്നീട് ആ രംഗങ്ങൾ സിനിമയിൽ വരികയും ചെയ്തു. ഈ രംഗങ്ങൾ കാട്ടി നിർമ്മാതാവ് നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്നാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത്. വിജയശ്രീയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്ത ശേഷം ലിപ്സ്റ്റിക്കിൽ സൈനൈഡ് തേച്ച് നിർമ്മാതാവ് കൊല്ലുന്നതായിട്ടാണ് ജയരാജിന്റെ നായികയിൽ ചിത്രീകരിച്ചത്. മലയാള സിനിമയിലെ സഹോദരിമാരായ ഉർവശി, കൽപ്പന, കലാരഞ്ജിനി എന്നിവരുടെ ഇളയ സഹോദരൻ പ്രിൻസ് തന്റെ 27-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംവിധായകൻ തുളസിദാസ് ഒരുക്കിയ എ ക്ലാസ് ചിത്രത്തിൽ നടി സിൽക്ക് സ്മിതയ്ക്കൊപ്പം പ്രധാന വേഷത്തിലായിരുന്നു നന്ദു അഭിനയിച്ചത്. ചിത്രം പ്രദർശനത്തിനെത്തിയപ്പോൾ കുടുംബത്തിനകത്തും പുറത്തും ഒട്ടേറെ കോലാഹലങ്ങൾ ഉണ്ടായി. സംവിധായകൻ തുളസിദാസിനെ കയ്യിൽ കെട്ടിയാൽ ഉർവശി കുന്നുകളയുമെന്ന രീതിയിൽ വരെ ചില ഗോസിപ്പ് കോളങ്ങൾ വാർത്തകൾ എഴുതി. അതേസമയം സാധാരണ അശ്ലീല ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് തുളസിദാസ് ഈ ചിത്രം ഒരുക്കിയത്. കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീൻ പോലെ തന്നെ നായകൻ പ്രിൻസ് മരണത്തെ കൂട്ടിന് വിളിച്ചത് തന്റെ യഥാർത്ഥ ജീവിതത്തിലുണ്ടായ പ്രണയനൈരാശ്യം മൂലമായിരുന്നു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. സിൽക്ക് സ്മിത 80കളുടെ യുവഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമായിരുന്നു സിൽക്കിന്. വശ്യതയാർന്ന നോട്ടവും മാദകത്വം തുളുമ്പുന്ന മേനിയഴകം കൊണ്ട് തെന്നിന്ത്യൻ താരറാണിയായി മാറി സ്മിത. 80 മുതൽ 85 വരെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ച തെന്നിന്ത്യൻ നടിയായിരുന്നു സിൽക്ക് സ്മിത. മിസ് പമീല, ലയനം തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു സ്മിതയെ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന താരമാക്കി മാറ്റിയത്. പിൽക്കാലത്ത് സൂപ്പർ താരമായി മാറിയ സുരേഷ് ഗോപിയായിരുന്നു സൂപ്പർ ഹിറ്റ് ചിത്രമായ മിസ് പമീലയിൽ സിൽക്കിന്റെ നായകനായത്. സിനിമാ നടിയിൽ നിന്ന് നിർമ്മാതാവ് എന്ന നിലയിലേക്ക് മാറാൻ സ്മിത ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സ്മിത നിർമ്മിച്ച ചിത്രം സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയതും ജീവിതത്തിലുണ്ടായ പ്രണയപരാജയവും സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. സിനിമയിലാകട്ടെ നായിക നടിമാർ മാതക
കൊലപാതക നടിമാരെ വെല്ലുന്ന രീതിയിൽ മേനി പ്രദർശനം കാട്ടി തുടങ്ങിയപ്പോൾ സിൽക്കിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. സിനിമയിൽ നിന്ന് സമ്പാദിച്ചു കൂടിയതാവട്ടെ മറ്റു പലരുടെയും കൈകളിലായിരുന്നു. സിനിമകൾ കുറഞ്ഞതോടെ ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്കുള്ള യാത്രയ്ക്ക് വേഗവും കൂടി. ലഹരിയും വിഷാദവും ഒരുപോലെ സ്മിതയെ പിടിമുറുക്കാൻ തുടങ്ങി. 1996 സെപ്റ്റംബർ 23 തന്റെ 36-ാം വയസ്സിൽ ചെന്നൈയിലെ വീട്ടിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു. സിൽക്കിന്റെ ജീവിതവും വിവിധ ഭാഷകളിൽ സിനിമയാക്കിയിട്ടുണ്ട്. ഹിന്ദിയിൽ വിദ്യാബാലൻ വേഷമിട്ട ഡയറക്ടി പിക്ചറും മലയാളത്തിൽ ക്ലൈമാക്സും സിൽക്കിന്റെ ജീവിതം ആസ്പദമാക്കിയെടുത്ത ചിത്രങ്ങളാണ്. ഡയറക്ടി പിക്ചറിന്റെ അഭിനയത്തിന് വിദ്യാബാലന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. മയൂരി മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ തുടങ്ങി മറ്റു ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ച താരമായിരുന്നു മയൂരി. സിബി മലയിൽ സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മയൂരി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ആകാശഗംഗ, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു മയൂരി. 2005 മയൂരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മയൂരിക്കുണ്ടായിരുന്ന മാരക രോഗമാണ് മയൂരിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആരോപണമുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും മയൂരിയുടെ മരണത്തിലെ ദുരൂഹതകൾ തുടരുകയാണ്. പ്രിയങ്ക മലയാള സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ നടിയായിരുന്നു പ്രിയങ്ക. കോഴിക്കോടുള്ള ഒരു ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ പ്രിയങ്കയെ കണ്ടെത്തുമ്പോൾ പ്രിയങ്കയ്ക്ക് പ്രായം വെറും 20 വയസ്സ് മാത്രമായിരുന്നു. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ പ്രിയങ്ക അഭിനയിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് പ്രിയങ്കയുടെ മരണം വാർത്തകളിൽ അധികം ഇടം നേടിയില്ല. 2011 നവംബർ 24 കോഴിക്കോട്ടുള്ള ഒരു ഫ്ളാറ്റിൽ പ്രിയങ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രിയങ്കയുടെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് അന്നേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും പ്രിയങ്കയുടെ മരണത്തിലെ ദുരൂഹതകൾ തുടരുകയാണ്. മലയാളിയുടെ പ്രിയ നടനായിരുന്നു ശ്രീനാഥ്. 2010 കോതമംഗലത്തെ ഹോട്ടൽ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ ശ്രീനാഥിനെ കണ്ടെത്തുകയായിരുന്നു. ഏറെ ദുരൂഹതകൾ ബാക്കി വെച്ചായിരുന്നു 53-ാം വയസ്സിൽ ശ്രീനാഥിന്റെ ആത്മഹത്യ. ജീവിതത്തിൽ ആരോടും പിണങ്ങാൻ കഴിയാതെ ആവശ്യത്തിലുമേറെ സെന്റിമെന്റലായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീനാഥ്. നടി ശാന്തി കൃഷ്ണയുമായുള്ള വിവാഹവും 11 വർഷത്തെ ജീവിതത്തിന് ശേഷമുണ്ടായ വേർപിരിയലുമൊക്കെ ശ്രീനാഥിനെ വാർത്തകളിൽ നിറഞ്ഞു നിർത്തി. ആദ്യ വിവാഹത്തിന്റെ പരാജയത്തെ തുടർന്ന് മറ്റൊരു വിവാഹം കഴിച്ച ശ്രീനാഥ് സംതൃപ്ത കുടുംബജീവിതമായിരുന്നു നയിച്ചു പോകുന്നത്. ഈ ബന്ധത്തിൽ ശ്രീനാഥിന് ഒരു മകനുമുണ്ട്. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞെങ്കിലും സീരിയലുകളിൽ അവസരങ്ങൾ അനവധിയായിരുന്നു ശ്രീനാഥിന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശിവസേന സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിൽ നിന്നും മത്സരിക്കുകയും ചെയ്തു. അതേസമയം ബിഗ് സ്ക്രീനിൽ ശക്തമായ കഥാപാത്രങ്ങളുമായി തിരിച്ചു വരണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. മോഹൻലാൽ നായകനായ ഷിക്കാറിൽ ശ്രീനാഥിന് ഒരു നല്ല കഥാപാത്രം ലഭിക്കുകയും ഞാൻ ഒരു റീഎൻട്രി നടത്തുകയാണ് എന്ന രീതിയിൽ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഷിക്കാറിലെ കഥാപാത്രം നഷ്ടപ്പെടുകയോ കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തിൽ വന്ന കുറവോ ശ്രീനാഥിനെ ഉലച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സിനിമയുടെ ആവശ്യത്തിനായി കോതമംഗലത്ത് ഹോട്ടൽ റൂം എടുത്ത് അദ്ദേഹം 2 ദിവസം പുറത്തിറങ്ങിയതേയില്ല. ഈ ദിവസങ്ങളിൽ മരണത്തിലേക്ക് നടക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ സന്തോഷ് ജോഗി. നടന് പുറമെ ഒരു ഗായകനും കൂടിയായിരുന്നു സന്തോഷ് ജോഗി. കീർത്തിചക്ര എന്ന ഒറ്റ ചിത്രത്തിലെ നമ്മളെ നൊമ്പരപ്പെടുത്തിയ ഒരൊറ്റ കഥാപാത്രം മതി സന്തോഷ് ജോഗിയെ എന്നും മലയാളികൾ ഓർക്കാൻ. 2005 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ രാജമാണിക്യം എന്ന സിനിമയിലൂടെയായിരുന്നു സന്തോഷ് ജോഗി സിനിമയിൽ എത്തുന്നത്. തുടർന്ന് മായാവി, ചോട്ടാ മുംബൈ, ബിപ്പി തുടങ്ങിയ ചിത്രങ്ങളിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സന്തോഷ് ജോഗി. 2010 ഏപ്രിൽ 13 തൃശൂരിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ സന്തോഷ് ജോഗിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്തോഷിനുണ്ടായിരുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളാണ് സന്തോഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പലരും ആരോപിച്ചത്. കലാഭവൻ മണി മലയാള സിനിമയുടെ മണിക്കിലുക്കം. അകാലത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മണിയുടെ വേർപാട്. മണിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. 2016 മാർച്ച് 6 വൈകിട്ട് 7 മണിക്ക് കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മണിയുടെ മരണം സ്ഥിരീകരിച്ചത്. മണിക്കുണ്ടായിരുന്ന ഗുരുതരമായ കരൾ രോഗമാണ് മരണത്തിന് കാരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ മണിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ കീടനാശിനിയുടെ അംശം കണ്ടതോടെയാണ് മണിയുടെ മരണം സംബന്ധിച്ച ദുരൂഹതകൾക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം മണിയുടെ മരണം കൊലപാതകമാണെന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരോപണമുണ്ടായി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മണിയുടെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും അടക്കം പലരെയും പോലീസ് ചോദ്യം ചെയ്തു. മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും ആരോപിച്ചു. മണിയുടെ മരണം കൊലപാതകമാണോ, ആത്മഹത്യയാണോ, അതോ സ്വാഭാവിക മരണമാണോ? ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. സൗന്ദര്യ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ സ്റ്റാറുകളിലെയും നായികയായി അഭിനയിച്ച താരമാണ് സൗന്ദര്യ. കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് സൗന്ദര്യ മലയാള സിനിമയിൽ നായികയായി എത്തിയത്. 2004 ഏപ്രിൽ 17 തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വിമാനാപകടത്തിൽ സൗന്ദര്യയുടെ മരണം. ഒരു പ്രമുഖ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പോഴായിരുന്നു സൗന്ദര്യ മരിക്കുന്നത്. ശ്യാമ 1993 സിനിമയിൽ നിരവധി അവസരങ്ങളുമായി സജീവമായി വരുന്ന സമയത്തായിരുന്നു വീട്ടിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച ശ്യാമയുടെ അപ്രത്യക്ഷ മരണം. നടി പാർവതി ജയറാമിന്റെ ബന്ധുവാണ് ശ്യാമ.
80കളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഗ്ലാമർ മുഖമായിരുന്നു റാണി പത്മിനി. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷകളായ കന്നഡ, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും റാണി പത്മിനി തിളങ്ങി. 1986 ഒക്ടോബർ 15 സിനിമാ ലോകം ഉണർന്നത് ഞെട്ടലുളവാക്കുന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. താരസുന്ദരി റാണി പത്മിനി അമ്മയോടൊപ്പം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. റാണി പത്മിനിയുടെ ജോലിക്കാരായ 3 പേരായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. സിനിമയിലെ ഗ്ലാമർ റോളുകൾ റാണിയെ വേഗം തന്നെ ധനികയാക്കി. അതുവഴി ഒട്ടേറെ മുൻനിര പൊളിറ്റീഷ്യന്മാരുമായും ഫിലിം ടെക്നീഷ്യന്മാരുമായും ബന്ധങ്ങൾ വളർന്നു. ബന്ധങ്ങളും സാമ്പത്തികവും വന്നോടെ സെക്യൂരിറ്റി, കുക്ക്, ഡ്രൈവർ എന്നിങ്ങനെ 3 ജോലിക്കാരെയും നടി നിയമിച്ചു. പിന്നീട് സ്വന്തമായി ഒരു വീട് വാങ്ങാൻ തീരുമാനിക്കുകയും അതിനായി 15 ലക്ഷം രൂപ താമസ സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. വീട്ടിൽ പണം ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ റാണിയുടെ ജോലിക്കാർ അത് കൈക്കലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അടുത്ത ദിവസം രാവിലെ റാണി പത്മിനി കുളിക്കാനായി കുളിമുറിയിലായിരുന്ന സമയം പെട്ടെന്ന് അമ്മയുടെ നിലവിളി കേട്ടു. ഓടി വെളി വന്നപ്പോൾ കുത്തേറ്റ് പിടയുന്ന അമ്മയാണ് താരം കണ്ടത്. പെട്ടെന്ന് ജോലിക്കാർ 3 പേരും ചേർന്ന് റാണി പത്മിനിയെയും കീഴ്പ്പെടുത്തി കുത്തിക്കൊല്ലുകയായിരുന്നു. പിന്നീട് കൊലപാതകം ചെയ്ത 3 ജോലിക്കാരെയും ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചു. 17-ാം വയസ്സിൽ നടി ശോഭ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയായിരുന്നു. ഇന്നും ദുരൂഹതയായി തുടരുകയാണ് ശോഭയുടെ മരണകാരണം. അതേസമയം ബാലു മഹേന്ദ്ര എന്ന സംവിധായകനോടുണ്ടായിരുന്ന പ്രണയവും വിവാഹവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ശോഭയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നും വാർത്തകളുണ്ട്. മലയാളിയായ ആദ്യത്തെ ഉർവശിപ്പട്ടം നേടിയ നടിയാണ് ശോഭ. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ശോഭയുടെ അപ്രതീക്ഷിത മരണം. 4-ാം വയസ്സിൽ സിനിമയിൽ എത്തിയതായിരുന്നു ശോഭ. തുടർന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ അവിസ്മരണീയ കഥാപാത്രങ്ങളെയാണ് ശോഭ അഭിനയിച്ചത്. അന്ന് വരെ ഉണ്ടായിരുന്ന നായികാ സങ്കല്പങ്ങളെ തകർത്തെറിഞ്ഞായിരുന്നു നീണ്ടു മെലിഞ്ഞ് കൊലുന്നനെയുള്ള ശോഭയുടെ അരങ്ങേറ്റം. ബാലനടിയായി വേഷമിട്ട് നടന്ന ശോഭയ്ക്ക് നായികയായി സിനിമയിൽ അവസരം കൊടുത്തത് ബാലു മഹേന്ദ്രയായിരുന്നു. എന്നാൽ പിന്നീട് ആ ബന്ധം പ്രണയത്തിന് വഴിമാറി. ബാലു മഹേന്ദ്രയാട്ടെ വിവാഹിതനും. എന്നാൽ രഹസ്യമായി ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിച്ചു. 2ാം ഭാര്യ എന്ന ലേബലിൽ ശോഭ ജീവിതം തുടങ്ങുകയും ചെയ്തു. 78-ൽ ശോഭ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിക്കുകയും 80-ൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ശോഭയുടെ ജീവിതം പിന്നീട് സിനിമയായി തിരശ്ശീലയിലെത്തിയിരുന്നു.